വയനാട്ടിൻ്റെ വലിയ ദുരന്തം അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള നാടിൻ്റെ വലിയ പോരാട്ടം ആ നിലയിൽ തുടരുകയാണ്. പല പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധിയായ വിവരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം, ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനമൊക്കെ തെരച്ചിലുമൊക്കെ വൈകുന്നേരം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പൊതുവിവരങ്ങളിലേക്ക് സമഗ്രമായി തന്നെ മുൻപ് കഴിഞ്ഞ ബുള്ളറ്റിനുകളിൽ എന്നതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ആദ്യം നമ്മൾക്കൊപ്പമുള്ളത് മന്ത്രി ശ്രീ വി.എൻ. വാസവനാണ് ആദ്യം ചേരുന്നത്. അദ്ദേഹം അവിടെ ഉണ്ട്. 8:30 ഇന്ന് മന്ത്രിമാരുടെ യോഗമുണ്ട് രാത്രിയിൽ. അതിനു മുമ്പ് അദ്ദേഹം പോകേണ്ടതുണ്ട്. ആ സമയത്ത് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ അതിനെ ഏകോപിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭയിലെ 9 മന്ത്രിമാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗമുണ്ടായിരുന്നു. ഇതെല്ലാം അടങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം വൈകുന്നേരം ഉണ്ടായിരുന്നു. അതിലൂടെ ഓരോ കാര്യങ്ങളും മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുള്ള പ്രവർത്തനങ്ങളെ പൊതുവായി വിലയിരുത്തിക്കൊണ്ട് മന്ത്രി തന്നെ ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി.എൻ. വാസവനിലേക്ക്. ശ്രീ വി.എൻ. വാസവൻ, ഇന്ന് മന്ത്രിസഭാ യോഗം കൂടി ഉണ്ടായിരുന്നു. വൈകിട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ അതിൽ പുരുഷന്മാരെത്ര, സ്ത്രീകളെത്ര, എത്ര പേരെയാണ് കാണാൻ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുള്ളത്, കാണാതായവരുടെ എണ്ണം, ഇതെല്ലാം സംബന്ധിച്ച കണക്കുകളൊക്കെ സർക്കാർ ഇതുവരെ ലഭ്യമായതൊക്കെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഏതാണ്ട് 82 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ വയനാട് ജില്ലയിൽ ആകെ നിലവിൽ ഉള്ളത്. ഈ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 817 ആളുകളാണ് ഇപ്പോഴുള്ളത്. അതിൽ തന്നെ 19 പേർ ഗർഭിണികളാണ്. മേപ്പാടിയിൽ 8 ക്യാമ്പുകളുണ്ട്. മൊത്തം 421 കുടുംബങ്ങളിലായി 1486 പേർ ഈ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. നാടാകെയും അവരെ സഹായിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായി നിൽക്കുകയാണ്. പക്ഷേ അത് നിയന്ത്രിക്കുന്നുണ്ട് സർക്കാർ. കാരണം വലിയ തോതിൽ ഒക്കെ ആളുകൾ അങ്ങോട്ടേക്ക് കാര്യങ്ങൾ, സംഭാവനകൾ അല്ലെങ്കിൽ ഒക്കെ സാധനങ്ങൾ അയച്ചാൽ അവിടെ ആവശ്യം എന്താണ് എന്നറിഞ്ഞ് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് ആ നിലയിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പൂർണ്ണ സജ്ജമാണ് എന്നും മുഖ്യമന്ത്രി ഇന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ നടത്തിവരുന്ന തെരച്ചിലാണ് മിനിസ്റ്റർ. അതിന് കനത്ത മഴ പലപ്പോഴും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പാലം ഇന്ന് ബെയിലി പാലം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പണി നടന്നു വരുന്നു രാത്രിയിലും. അതിനിടയിൽ ഇന്നലെ രൂപീകരിച്ച താൽക്കാലിക പാലം തന്നെ തകർന്നു പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതും നമ്മൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ഈ പ്രവർത്തനങ്ങളെ ആമുഖമായി എങ്ങനെയാണ് മിനിസ്റ്റർ വിലയിരുത്തുന്നത്, ഇന്നത്തെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങളെ? ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ സംഘം 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിവിധ മേഖലകളിലേക്ക് ദൗത്യ സംഘം നീങ്ങിയിരുന്നു. അതിൽ സൈന്യമുണ്ട്, അതോടൊപ്പം NDRF ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്, സന്നദ്ധ സേനയുണ്ട്, മറ്റ് രക്ഷാദൗത്യത്തിലേർപ്പെടുന്ന വിഭാഗങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ 4 ഗ്രൂപ്പുകളായി തരംതിരിഞ്ഞ് വിവിധ മേഖലകളിലേക്ക് തെരച്ചിൽ വ്യാപകമാക്കി മുന്നോട്ട് പോയതിൻ്റെ ഫലമായി ഇന്ന് ഒട്ടേറെ ബോഡികൾ കൂടി കണ്ടെത്താനായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കണക്ക് പറയുമ്പോൾ 100, 125 എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അത് വലിയ രൂപത്തിൽ പെരുകി ഇന്നിപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് വരുന്ന ഘട്ടത്തെത്തുമ്പോൾ 256 ആയിട്ടുണ്ട്. അവിടെയും നിൽക്കില്ല, ഇനിയും അതിന് മുകളിൽ വരുമെന്നുള്ളതാണ് അവസാനത്തെ സൂചനകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകല് പല ഘട്ടങ്ങളിലായി മഴ പെയ്തു. അതും അതിതീവ്ര മഴ തോന്നിക്കാവുന്ന രൂപത്തിൽ 2 സമയത്ത് പെയ്തു. ഈ സമയത്തൊക്കെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, സൈന്യം ബെയിലി പാലം നിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിലാണ് വലിയ രൂപത്തിൽ വീണ്ടും ഈ മഴ പെയ്തു. പിന്നീട് അതിനൊരു വിഷമകരമായ സാഹചര്യം ഉണ്ടായത് പ്രധാനമായും ചില VVIPകളുടെ ഒക്കെ വരവും മറ്റു ചില ട്രാഫിക് കൺജസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയും വന്നപ്പോൾ ഈ ബെയിലി പാലത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വന്ന ലോറികൾ വഴിക്ക് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത് പിന്നീട് ഞങ്ങൾ ഇടപെട്ട് പോലീസും അതേപോലെ തന്നെ ബന്ധപ്പെട്ട ട്രാഫിക് സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന കൂട്ടരുമായി ചർച്ച ചെയ്ത് അടിയന്തരമായി ചില പ്രവൃത്തി സംഘടിപ്പിച്ചതിനെ തുടർന്നാണ് പിന്നീട് ആ ലോറി യഥാർത്ഥ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് ആ മെറ്റീരിയൽസ് എത്തിക്കാൻ കഴിഞ്ഞത്.
അത്തരം ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടായി എന്നുള്ളതൊഴിച്ചാൽ സൈന്യം തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങളോട് അതിൻ്റെ എൻജിനീയേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചു. എന്തു വന്നിരുന്നാലും വൈകിട്ടാകുമ്പോഴേക്ക് ആളുകളെല്ലാം ഒഴിയുമല്ലോ, ഞങ്ങൾക്കിപ്പോൾ എലക്ട്രിസിറ്റിക്കാർ ലൈറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രാത്രിയിലും ഇതിൻ്റെ നിർമ്മാണം തുടരും എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ സൈന്യത്തിലെ എഞ്ചിനീയർ തലവൻ ആലപ്പുഴക്കാരൻ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം അത്തരത്തിൽ സൈന്യം ഈ കാര്യത്തിൽ ആ പാലം തീർക്കാനുള്ള പരിശ്രമത്തിലേക്ക് വരികയാണ്. അത് തീരേണ്ടതിൻ്റെ ഒരു ആവശ്യം എന്തെന്ന് ചോദിച്ചാൽ, ആ പാലം തീർന്നെങ്കിൽ മാത്രമേ JCBയോ അതല്ലെങ്കിൽ ഹിറ്റാച്ചിയോ ഒക്കെ അതുവഴി അപ്പുറത്ത് കടത്തി ഇപ്പം മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഡെഡ് ബോഡികൾ വീണ്ടെടുക്കാൻ കഴിയും. ചില കെട്ടിടങ്ങളും മണ്ണിനടിയിൽ പോയിട്ടുണ്ട്. അത് പൊക്കിയെടുക്കണമെങ്കിൽ JCB വേണം, അല്ലെങ്കിൽ ഹിറ്റാച്ചി വേണം. ഇതെല്ലാം അക്കരയ്ക്ക് കടത്തണമെങ്കിൽ ഈ പാലം അനിവാര്യമാണ്. അപ്പോൾ ഈ പാലം ഒരു സുപ്രധാന ഘടകമാണ് തുടർന്നുള്ള രക്ഷാദൗത്യത്തിന് എന്ന കാര്യമാണ് എടുത്തു സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഇതുവരെയുള്ള തടസ്സങ്ങളെല്ലാം നീക്കി രാത്രിയിൽ നിർമ്മാണം തുടരുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതിൻ്റെ അവസാന രൂപം അറിയിക്കാനുള്ളത്. വൈകുന്നേരവും 1-2 മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലമ്പൂരിൽ സൂക്ഷിച്ചിരുന്ന 38 മൃതശരീരങ്ങളുണ്ട്. ചാലിയാർ പുഴ വഴി ഒഴുകിയെത്തിയ മൃതശരീരങ്ങളാണ്. ആ മൃതശരീരങ്ങൾ മേപ്പാടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ഞങ്ങൾ മേപ്പാടിയിൽ നിന്ന് വൈകുന്നേരം എത്തുമ്പോഴേക്ക് ഏതാണ്ട് 12 ആംബുലൻസ് എത്തിച്ചേർന്നിരിക്കുന്നു. അതിൽ 6 പേരുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. 4 എണ്ണം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ചിന്നിച്ചിതറിയ ഒരു ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് വിഷമകരമായ സാഹചര്യം. അത് DNA ടെസ്റ്റ് നടത്തിയെങ്കിൽ മാത്രമേ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ആരുടേതാണെന്ന് തിട്ടപ്പെടുത്താൻ കഴിയൂ. അതിനുവേണ്ടിയുള്ള ശ്രമത്തിന് അത് അയക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നിലമ്പൂരിലുള്ള ബോഡി കൂടി മേപ്പാടിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ക്രമീകരണം ഉറപ്പാക്കി അത് മുഴുവൻ ഇവിടെ കൊണ്ടുവരും. 100 കണക്കിന് ആളുകളാണ് ഉറ്റവരും ഉടയവരുമായി തങ്ങളുടെ ബോഡിയെ മറ്റു ബന്ധുക്കളുടെയാണോ എന്ന് അറിയാൻ വേണ്ടി ഫോട്ടോയും ഒക്കെയായി കാത്തു നിൽക്കുന്നത്. വളരെ ഹൃദയഭേദകമായ രംഗമാണ്. ഞാൻ ആ മോർച്ചറിയിൽ ആ ബോഡി കൊണ്ടുവന്ന് മറ്റേ മോർച്ചറിൽ കിടത്തി കഴിഞ്ഞപ്പോൾ കണ്ടു. അതിൽ നമുക്ക് ഒന്നേ നോക്കാൻ പറ്റുള്ളൂ, പിന്നെ നോക്കാൻ പറ്റില്ല. കാരണം പല ബോഡികളുടെയും അവശിഷ്ടങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും ചിഹ്നിച്ചിതറിയ രൂപത്തിലാണ്. അത്ര ഹൃദയഭേദകമായ രംഗമാണ്. പിന്നെ നിലമ്പൂരിൽ നിന്ന് ചാലിയാർ പുഴ വഴി ഒഴുകി വന്ന മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടപ്പോൾ കാണാൻ കഴിഞ്ഞത്. പിന്നീട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് വേണ്ടുന്ന ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും ആവശ്യമായ സാഹചര്യം കുടിവെള്ളമൊക്കെ എത്തിക്കുന്ന പ്രക്രിയ അത് കൃത്യമായി വരുന്നുണ്ട്. ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഞങ്ങൾ 6 മന്ത്രിമാരുണ്ടായിരുന്നു. ഇന്ന് 3 മന്ത്രിമാർ ഇവിടെ വന്ന് ഞങ്ങൾ 9 മന്ത്രിമാർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തന രംഗത്ത് എല്ലാ ക്യാമ്പുകളിലും അതോടൊപ്പം തന്നെ ആശുപത്രിയിലും കഴിയുന്നവരെ കാണാനും അവരെ ആശ്വസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏകീകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രവർത്തനത്തിലും ഇടപെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ സമയങ്ങളിലും ഓരോ മണിക്കൂറിനുള്ളിൽ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും സമയാസമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മുൻകരുതലുകൾക്ക് വേണ്ട നിർദ്ദേശം തരികയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രായോഗിക രൂപം ഉറപ്പാക്കി പരാതിക്കിടവരാത്ത രൂപത്തിൽ എല്ലാ വിഭാഗം ആളുകളും ഇതുവരെ ചെയ്ത പ്രവർത്തനത്തിൽ ഗവൺമെൻറ് ഈ നീക്കം യുദ്ധകാലാടിസ്ഥാനത്തിൽ വലിയ രൂപത്തിലുള്ള അഭിപ്രായം ജനങ്ങൾ ഉയരത്തക്ക രൂപത്തിലേക്ക് ആ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നെടുത്ത് പറയുകയാണ്. അത്തരത്തിൽ ഇന്ന് രാവിലെ ക്യാബിനറ്റ് ചേർന്നിരുന്നു. ആ ക്യാബിനറ്റ് ചേരുമ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രാധാന്യമെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അത് അപ്പോഴെ നടപ്പാക്കുന്ന രൂപത്തിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുത്തിരുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ രാവിലെ 10:30 മണിയോടുകൂടി ഇവിടെ ഞങ്ങൾ നിലവിലുള്ള മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും യോഗം ചേരും. അതിനുശേഷം 11:30 മണിക്ക് സർവകക്ഷി സമ്മേളനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. തുടർന്ന് ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബഹുജനാഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം നാളെ തീരുമാനിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ആ യോഗം നിർദ്ദേശിക്കപ്പെട്ടുള്ളത്. പിന്നീട് ഇന്ന് ക്യാബിനറ്റ് ചേരുമ്പോൾ തന്നെ ഈ കാര്യങ്ങളിൽ നമ്മുടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെയും ഒരു കുറവും വരാതെ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം, കിട്ടിയ ഡെഡ് ബോഡികളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ബന്ധപ്പെട്ട ആളുകൾക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിട്ടുകൊടുക്കുക. ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ബോഡികളെ സംബന്ധിച്ചുള്ള ഇനിയും ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ അല്പസമയം കൂടി അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷമേ മറവിയാവൂ. എല്ലാം ആരും വരുന്നില്ലാത്തൊരു പശ്ചാത്തലത്തിയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച് അവരുടെ ഉത്തരവാദിത്തത്തിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്ന രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ തന്നിരുന്നു. ഞങ്ങളതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇതുകൂടാതെ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചോളം
ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവർക്കുള്ള വേദനാജനകമായ അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ കാലിലെ മുറിവോ അവരുടെ ശരീരത്തിലുണ്ടായ മാരകമായ മുറിവോ വ്രണമോ വേദനയോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷെ അവരെല്ലാം മാനസികമായി തളർന്ന് ഒരുപക്ഷെ ഇനി അവർ പഴയ ഓർമ്മകളിലേക്കും പഴയതുപോലെ ആകണമെങ്കിൽ ഒരു കൗൺസിലിംഗ് അടക്കം കൊടുക്കണം എന്നൊരു തീരുമാനം, അതിനുള്ള നിർദ്ദേശവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു തന്നു. അതിനുള്ള ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അതോടൊപ്പം ആശുപത്രി കഴിയുന്നവർക്ക് ആർക്കെങ്കിലും ഉന്നത ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി എല്ലാ ആധുനിക സംവിധാനത്തോടും കൂടി ഇപ്പോൾ ഇന്നലെ തന്നെ 16 വെന്റിലേറ്റർ അവർക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നു. അവർ 7 ആദ്യം ആവശ്യപ്പെട്ടത്. ആ സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ICUയിലുള്ളവരുടെ നിലയെല്ലാം വളരെ സുരക്ഷിതമായി ബന്ധപ്പെട്ട നിലയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. 90-ൽ പരം ആളുകൾ ഇനിയും ആശുപത്രിയിലുണ്ട്. 156 പേരെയായിരുന്നു അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. ബാക്കിയുള്ളവർ മേപ്പാടിയിലും ഉണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ ആശുപത്രികളായി കഴിയുന്നവർക്ക് എല്ലാ തരത്തിലുള്ള മരുന്നും ചികിത്സയും ഭക്ഷണവും ഉറപ്പാക്കാൻ ആവശ്യമായ ക്രമീകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇവിടെ 8 ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആ 8 ക്യാമ്പുകളിലും ഞങ്ങൾ ഇന്ന് രാവിലെ മന്ത്രിമാർ 2 ഗ്രൂപ്പുകളായി തരംതിരിഞ്ഞ് ഞങ്ങൾ 2 ടീമായി നീങ്ങിയിരുന്നു. എല്ലാ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും പോയി കാണുകയുണ്ടായി. അവരുടെ വിഷമതകൾ കേട്ടു. അവർക്ക് ഭക്ഷണവും മരുന്നും വസ്ത്രവും ക്രമമായി കിട്ടുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. ഭാവിയിൽ അവരുടെ വീടൊക്കെ സംബന്ധിച്ച ആശങ്കകളാണുള്ളത്. അത് ഭാവി പരിഹരിക്കാൻ ഗവൺമെൻറ് എല്ലാം കൂടെ ഉണ്ട് എന്നുള്ള അവരോട് പറഞ്ഞു. അവരേറെ സംതൃപ്തരായി കണ്ടു അത്തരമൊരു ഘട്ടത്തിൽ. പിന്നീട് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് വരുന്ന ബോഡി വേർതിരിച്ച് കൊടുത്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നു. പരാതി കൂടാതെ അതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോൾ തന്നെ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് സന്നദ്ധ സംഘടനകളും അതേപോലെ തന്നെ രക്ഷാദൗത്യവുമായി വരുന്നുണ്ട്. പല രൂപത്തിൽ സാധന സാമഗ്രികളുമൊക്കെയായി ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അതിൽ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പഴയ സാധനങ്ങളൊന്നുമായി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല. ബന്ധപ്പെട്ട കളക്ട്രേറ്റുകൾ മുഖാന്തരം സാധനങ്ങൾ കേന്ദ്രീകരിച്ച് കൊടുക്കുക, അവിടെ കളക്ട് ചെയ്ത് കളക്ടർമാർ മുഖാന്തരം അതിവിടെ എത്തിക്കുക. ആ തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനമാണ് വേണ്ടത് എന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരു കാര്യം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും തടസ്സമായി വരുന്നൊരു ഘടകം അനാവശ്യമായി ആളുകൾ ഒഴുകിയെത്തി വാഹനങ്ങളുടെ ഒരു ബാഹുല്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ ആംബുലൻസുകൾക്ക് കൃത്യസമയത്ത് എത്താനും ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ബെയിലി പാലത്തിന് ആവശ്യമായ മെറ്റീരിയൽസ് എത്തിക്കുന്നതിന് വേണ്ടി തടസ്സമൊക്കെ ഉണ്ടാകുന്ന ഘട്ടം ഈ തരത്തിലുള്ള വാഹനങ്ങളുടെ ബാഹുല്യമാണ്. അത് ഇന്ന് നിയന്ത്രിക്കാൻ വേണ്ടി കളക്ടർ തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ മാറ്റങ്ങളുണ്ടായി മുന്നോട്ട് പോകും. പിന്നെ ഇന്ന് ഞങ്ങൾ ക്യാബിനറ്റ് കൂടുമ്പോൾ പ്രത്യേകമായൊരു തീരുമാനമെടുത്ത് മന്ത്രിമാരെല്ലാം 1 മാസത്തെ ശമ്പളം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചു എന്ന സുപ്രധാനമായ തീരുമാനം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇന്ന് ഞങ്ങൾ കൂടിയാലോചിച്ച കാര്യങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. അപ്പോൾ പൊതുവിൽ നമുക്കിവിടെ ഒരു കുറവും വരാത്ത രൂപത്തിൽ നമ്മുടെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിരവധി ദുരന്ത ഭൂമികളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പോയിട്ടുള്ള ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. തേക്കടി ദുരന്തം ഉണ്ടായപ്പോൾ, ശബരിമല സ്റ്റാമ്പേഡ് ഉണ്ടായപ്പോൾ, കുമരകം ബോട്ടവളം ഉണ്ടായപ്പോൾ, അതേപോലെ തന്നെ കൂട്ടിക്കൽ ദുരന്തം ഉണ്ടായപ്പോൾ, കടുവാപ്പാറ ബസ് അപകടം ഉണ്ടായപ്പോൾ, ഇങ്ങനെയുള്ള ദുരന്ത ഭൂമികളിലെല്ലാം നൂറുകണക്കിന് ആളുകൾ മരിച്ച സ്ഥലത്തൊക്കെ പോകുന്നു. ഇതുപോലെ ഇത്രയേറെ മനസ്സിനെ വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായ ഒരു ദുരന്തം സമാനതകളില്ലാത്തത് ആദ്യമായിട്ടാണ് ഒരുപക്ഷെ കേരളം. മിനിസ്റ്റർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് കണ്ട, കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണിത്. താങ്കൾ പറഞ്ഞല്ലോ, താങ്കൾ ഒരുപാട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, മന്ത്രി എന്നതിനും അപ്പുറം ഒരുപാട് ഇതുപോലത്തെ അപകട സന്ധികളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി പോയിട്ടുള്ള അനുഭവമുള്ള ഒരാളാണ്. നമ്മൾ നേരത്തെ അതൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. ഈ മന്ത്രിമാർ, ഇത്രയും അധികം മന്ത്രിമാർ അവിടെ വിവിധ ടീമുകളായി തിരിഞ്ഞ് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമ്മൾ കേരളം ഈ കാര്യത്തിൽ ഇന്നലെ ആവട്ടെ ഇന്നാവട്ടെ ഏറ്റവും അധികം എല്ലാവരും ഈ വലിയ ദുരന്തത്തിലും അല്പം ആശ്വാസം കാണുന്നത് നമുക്ക് എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് നിർത്താനായി എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളം ഇപ്പോൾ വളരെ മുൻകൂട്ടി തന്നെ കേരളത്തിൻ്റെ ഈ കാലാവസ്ഥ, ഈ മഴക്കാലത്തുണ്ടാകാവുന്ന അപകടങ്ങളെ കണ്ടുകൊണ്ട് കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ ദേശീയ ദുരന്ത നിവാരണ സംഘത്തിൻ്റെ NDRFൻ്റെ സംഘത്തെ കേരളത്തിന് ലഭ്യമാക്കിയിരുന്നു
ആവശ്യപ്പെട്ടിരുന്നു, കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടിരുന്നു. 9 NDRF സംഘം വേണമെന്നാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. വയനാട് ജില്ലയിൽ ഒരു സംഘത്തെ സർക്കാർ മുൻകൂറായി തന്നെ വിന്യസിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ എത്ര ശ്രദ്ധയോടെ ഓരോ കാര്യത്തെയും ശ്രദ്ധിച്ചു പോകുന്നു എന്നുള്ളതാണ്. മനുഷ്യ, എൻ്റെ ഒരു ചോദ്യം, ഈ മന്ത്രിമാർ നിങ്ങളെല്ലാവരും അവിടെ ഇന്നും ഇന്നലെയുമായി ഏകോപിച്ച് പ്രവർത്തിക്കുമ്പോൾ വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു അനുഭവം, ആ തീരുമാനം, ആ ഇടപെടൽ, അത് ആ പ്രദേശത്ത് ആ സമയത്തുണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റം, ആശ്വാസം, ആ നിലയിൽ ഇടപെടാൻ കഴിഞ്ഞതിൻ്റെ ഒരു അനുഭവം കൂടി പങ്കുവെക്കാമോ? കാരണം ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒരു സാധ്യത എന്താണ്, എങ്ങനെയാണ് ഇതിലേക്കൊക്കെ നമുക്ക് എത്താനാകുന്നത് എന്നത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അത്തരം വ്യക്തിപരമായ ഒരു അനുഭവത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഈ പറഞ്ഞ മുണ്ടക്കൈയുണ്ട്, മേലെ മുണ്ടക്കൈയുണ്ട്, അതുപോലെ പുഞ്ചിരിമറ്റമുണ്ട്, ഇതിൻ്റെ പ്രഭവ കേന്ദ്രം ഈ ഉരുൾപൊട്ടലിൻ്റെ. ഇത്തരം പ്രദേശങ്ങളൊക്കെയാണ് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയത്, തകർന്നടിഞ്ഞ പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങൾ അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? അവിടേക്ക് ഇന്ന് എത്രമാത്രം രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാനായിട്ടുണ്ട്, തെരച്ചിൽ നടത്താനായിട്ടുണ്ട്? ആ ഒരു അറിവും കൂടി അനുഭവം കൂടി പറയാമോ? മന്ത്രിമാരെല്ലാം കേന്ദ്രീകരിച്ച് ചുമതലകളിൽ വ്യാപൃതരായി മുന്നോട്ട് പോയതിൻ്റെ ഫലമായി ഒരു കുറവും വരാതെ ഓരോ രംഗത്തും സമയോചിതമായി സന്ദർഭോചിതമായി ഇടപെട്ട് ഓരോ പോരായ്മകളും അപ്പം തന്നെ പരിഹരിച്ചു പോകുന്നു എന്നത് നന്നായി ഇവിടുത്തെ ജനങ്ങൾക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ജനങ്ങളാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതുവരെ ഒരവസരം പോലും ഇത്ര വലിയ രൂപത്തിലുള്ള രക്ഷാദൗത്യവും ഇത്രയും ആയിരക്കണക്കിന് ആളുകൂടി എത്തിച്ചേർന്നിട്ടും ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരുന്നത് അത്രത്തോളം ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഞങ്ങളിതിലെ ഏകോപിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും വലിയ വിശ്വാസമായി ഗവൺമെൻറ് കൂടെയുണ്ട്. ഇന്നലെ തന്നെ 100 പേര് കുടുങ്ങിക്കിടന്നിരുന്ന് ഇപ്പുറത്ത് കൊണ്ടുവരാൻ സഹായിച്ച ഒരു ഇടപെടൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ സമയത്ത് ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായ എല്ലാ സംവിധാനവും ഒരുക്കി തരുന്ന ഇടപെടൽ നടത്തിയതിൻ്റെ ഫലമാണ്. അത് വലിയ രൂപത്തിൽ ഒരു ചർച്ചയായിരുന്നു അപ്പം തന്നെ. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തുന്ന 1500 പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. എത്തിപ്പെടാൻ കഴിയാതിരുന്ന ചില മേഖലകളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് ഞാനൊരു ഉദാഹരണം എടുത്ത് ചൂണ്ടിക്കാണിക്കട്ടെ. അട്ടമലയിൽ 400 വീടുകളിൽ ഈ 4 മണി കഴിഞ്ഞപ്പോഴേക്ക് വൈദ്യുതി എത്തി. ഉരുള് പൊട്ടിയൊരു സ്ഥലത്ത് ഒന്ന് ആലോചിക്കണം. ഈ ഉരുള് പൊട്ടിയ മേപ്പാടി പഞ്ചായത്തിൻ്റെ മുണ്ടക്കൈ, അതേപോലെ തന്നെ ചൂരമല, അതുപോലെ അട്ടമല, ഈ പ്രദേശങ്ങളിലായിരുന്നു പ്രധാനപ്പെട്ട ഉരുൾപൊട്ടലുണ്ടായത്. ഈ പ്രദേശത്തെ എല്ലാം വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ച് റോഡുകൾ താറുമാറായി എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നിടത്ത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ഗവൺമെൻറ് ആക്ട് ചെയ്തതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ആ അട്ടമലയിൽ വൈകുന്നേരം 4 മണി എത്തിയപ്പോഴേക്ക് 400 വീടുകൾ വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. സൈന്യം സംശയിച്ചത് തങ്ങൾക്ക് വെളിച്ചമില്ലാതെ വൈകിട്ടത്തെ പ്രവർത്തനം നടത്താൻ വിഷമമാകില്ലേ എന്നാലോചിച്ചിരുന്ന സൈന്യത്തിന് കൃത്യമായി അവിടെ വെളിച്ചം എത്തിച്ച് ഇന്ന് വൈകിട്ടത്തെ പ്രവർത്തനം നടത്താൻ ആവശ്യമായ ക്രമീകരണം വൈദ്യുതി ബോർഡ് ഉറപ്പാക്കി. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരൊക്കെ ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്ത് അത് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മന്ത്രിമാരുടെ ഇടപെടലൂടെ വന്നപ്പോഴേക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കുകയുള്ളൂ. അത്രത്തോളം നല്ല രൂപത്തിലുള്ള രക്ഷാദൗത്യം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായി, അതിനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് വന്നു എന്നത് ആർക്കും ആക്ഷേപമില്ലാതെ എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്ന രൂപത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുക. ശരി മിനിസ്റ്റർ, എനിക്കറിയാം 8:30 ഒരു യോഗത്തിലേക്ക് കൂടി പോകാൻ പോവുകയാണ് എന്നെനിക്കറിയാം. ഞാൻ മിനിസ്റ്ററോട് എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടി ഒന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. താങ്കളിലേക്ക് ഞാൻ വരാം എന്ന് വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഏതായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗം, അതിനുശേഷം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഇന്ന് തെരച്ചിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ നടപടികൾ, ഇതേക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ VN വാസവൻ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് ദുരന്തഭൂമിയിൽ നിന്ന് നമ്മളോട് സംസാരിച്ചത്. അതുപോലെ തന്നെ ക്യാമ്പിൽ നിന്ന് അനൂപ് ഞങ്ങളുടെ പ്രതിനിധി ചേരും. അതുപോലെ ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഏകോപനം എങ്ങനെ എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് ഡോക്ടർ ശേഖർ കുര്യാക്കോസിൻ്റെ പ്രതികരണം
നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജോഷില അവിടെ നിന്ന് ചേരും, പി വി കുട്ടനുണ്ട്, സ്വാലിഹ്, അനൂപ്, ഇവരെല്ലാവരും ഓരോരോ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് വിവരങ്ങളുമായി എത്തുകയാണ്. ഏതായാലും ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം രാത്രിയിൽ മുന്നോട്ട് പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ മന്ത്രി സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതുപോലെ ഏതാണ്ട് 35-38 കിലോമീറ്ററോളമാണ് ഈ മൃതദേഹങ്ങൾ ഈ വലിയ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒഴുകി ഈ ചാലിയാർ പുഴയിലൂടെ ഒഴുകി നിലമ്പൂരിലും മറ്റുമായി അടിഞ്ഞത്. അതെല്ലാം തന്നെ ആ മൃതദേഹങ്ങളെല്ലാം തന്നെ 100-ൽ പരം മൃതദേഹങ്ങളാണ് മേപ്പാടിയിലെത്തിച്ച് ഇന്നിപ്പോൾ അത് തിരിച്ചറിഞ്ഞതൊക്കെയും വിട്ടുകൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ അവിടെ മറുഭാഗത്ത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗത്ത് നടക്കുന്നു. അതുപോലെ തന്നെ മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തെരച്ചിൽ വളരെ സജീവം. ഇന്ന് പക്ഷേ നല്ല മഴയുണ്ടായിരുന്നു. അതിതീവ്ര മഴയാണ് വീണ്ടും പ്രവചിച്ചിരിക്കുന്നത്. മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് അങ്ങനെയാണ്, അതിതീവ്ര മഴ ഉണ്ടാകും എന്ന നിലയിലാണ്. ഇന്ന് മഴ പെയ്തതിനെ തുടർന്ന് ഇന്നലെ നമ്മൾ താൽക്കാലികമായി സജ്ജമാക്കിയ ആ ഒരു പാലം എന്നൊക്കെ പറയാൻ കഴിയില്ല, ഓരോരുത്തർക്കായിട്ട് അക്കരയ്ക്ക് പോകാൻ കഴിയുന്ന വിധത്തിലേക്കുള്ളൊരു താൽക്കാലിക സംവിധാനമായിരുന്നു അത് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായി. അത് പരിഹരിച്ചു. പക്ഷേ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ ബെയിലി പാലം സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പണി കഴിപ്പിച്ചു വരുന്ന ഈ ബെയിലി പാലം വന്നാൽ മാത്രമേ JCBയും ഹിറ്റാച്ചിയും ഒക്കെ കൂടുതലായി പറഞ്ഞ മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈ അതുപോലെ തന്നെ ഉള്ള പ്രദേശങ്ങളിലേക്കൊക്കെ അട്ടമലയിലും മറ്റും എത്തിക്കാനാകൂ. അങ്ങനെ എത്തിച്ചാൽ മാത്രമേ ഈ തകർന്ന കെട്ടിടങ്ങൾക്കകത്ത് ഉള്ള പരിശോധന കുറെ കൂടി സമഗ്രവും ശക്തവുമായി പൂർത്തീകരിക്കാനാകൂ. ഇപ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഇന്ന് 4 ഗ്രൂപ്പുകളായി ഈ രക്ഷാപ്രവർത്തകർ തിരിഞ്ഞ് ഈ മേഖലകളിലേക്ക്, ഞാൻ ഈ സൂചിപ്പിച്ച പ്രദേശങ്ങളിലേക്കൊക്കെ ഈ പകലും ഒക്കെ പോവുകയായിരുന്നു. അങ്ങനെ പോയുള്ള പരിശോധനയാണ് നടത്തിയത്. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ 1000-ൽ പരം സൈനികരാണ് ഈ രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. 1000-ൽ പരം സൈനികരാണ്, 1100-നടുത്ത് സൈനികരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിവിധ കേരള പോലീസ്, അഗ്നിശമന സേനാ വിഭാഗം, അതുപോലെ NDRF ടീം, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ, തദ്ദേശീയരായിട്ട് നാട്ടുകാരായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരേ മനസ്സോടെ കഴിയുന്നത്ര വേഗത്തിൽ പരമാവധി ആ ദുരന്ത ഭൂമിയെ അതിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ പരിശ്രമമാണ് നടത്തി വരുന്നത്. അതെല്ലാമാണ് നമ്മൾ ഈ പകലും രാത്രിയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോഴും ആ രാത്രി ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ജോഷില ആദ്യം ചേരുന്നുണ്ട്, നമുക്കത് വേഗം ജോഷിലയിലേക്ക് ഒന്ന് പോകാം. ജോഷില, ഇതിന്നിപ്പോൾ മന്ത്രി പറഞ്ഞു വെച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഈ പറഞ്ഞതുപോലെ നിലമ്പൂരിൽ നിന്നുമൊക്കെ കൊണ്ടുവന്ന മൃതദേഹങ്ങൾ ഇപ്പോൾ മേപ്പാടിയിൽ വെച്ച് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കൈമാറുന്ന ഒരു സാഹചര്യം. അങ്ങേയറ്റം വേദനാജനകമായ, ഹൃദയഭേദകമായ ഒരു അവസ്ഥയാണ്. കൂട്ടത്തോടെ മൃതദേഹങ്ങൾ അത് കൈമാറുക എന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നടപടികളാണ് അവിടെ കണ്ടുവരുന്നത്. ജോഷില, അത് റിപ്പോർട്ട് ചെയ്തു വരുന്നത് ഞാൻ നേരത്തെ കണ്ടിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ശരത്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ശരത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മേപ്പാടിയിലേക്ക് മൃതദേഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ നിന്നുള്ള ലഭിച്ച മൃതദേഹങ്ങളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏറ്റവും വേദനാജനകമായ ഒരു കാഴ്ചയാണത്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് ദൂരസ്ഥലങ്ങളിൽ നിൽക്കുന്ന ബന്ധുക്കളെ അടക്കം ഇതിനായി ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് അയൽവാസികളായിട്ടുള്ള ആളുകൾ, അങ്ങനെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ, അതായത് ഒരു ജനത മുഴുവൻ ഒളിച്ചുപോയ ഒരു ദാരുണമായ ഒരു സംഭവം. അതിൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ അതിദാരുണമായ ഒരു സംഭവമാണ്. കാരണം ആളുകൾ ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും ഇതിനെ യാഥാർത്ഥ്യത്തെ ഒരു അവസ്ഥയുണ്ട്, ഒരു മാനസിക അവസ്ഥ. ആ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആ അവസ്ഥയാണ് മേപ്പാടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ ഒരു സംഭവം, ആ ഒരു സംഭവത്തെ എങ്ങനെയാണ് ഒരു ജനത അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയാൻ നീങ്ങുമ്പോൾ 2 പേരെ മാത്രമാണ് 15 ആളുകളിൽ 15 ആളുകൾ 2 പേരെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു ബന്ധു ഇവിടെ ഞങ്ങളുടെ കൂടെയുണ്ട്. ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, എന്നാൽ പോലും അവർ ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ചോദിക്കുന്നത്. പേരെന്തായിരുന്നു? പേര് യൂനസ്. യൂനസിന്റെ ബന്ധുക്കൾ എല്ലാവരും മണ്ണിനടിയിലാണ്. എല്ലാവരും പോയി. തിരിച്ചറിഞ്ഞു, ഒരാൾ തിരിച്ചറിഞ്ഞു, അവൻ്റെ 2 കുട്ടികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
ഒരാൾ നിലമ്പൂരിൽ നിന്ന് കൂടെ കൊടുത്തിട്ടുണ്ട്. 2 മക്കളെയും നിലമ്പൂരിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ബോഡി കിട്ടാനുള്ള നടപടിക്കായി കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ. ഇനി അവൻ്റെ വാപ്പ, ഉമ്മ, അവൻ്റെ ഏട്ടൻ, 2 മക്കൾ, അവൻ്റെ ഭാര്യയൊന്നും കിട്ടിയിട്ടില്ല. എവിടെയാണ്? ചൂരമല സ്കൂൾ റോഡിന്, ഹൈസ്കൂൾ റോഡിന് വീടിനടുത്ത്. എൻ്റെ വീടും ഒരു 3 വീട് അവിടെ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. അതെ 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 കാട്ടിലൂടെ കയറി പുറത്ത് ചാടിയതാ. ഞായറാഴ്ച ഇതേപോലെ തന്നെ പുഴയിലൊക്കെ വെള്ളം വന്നിരുന്നു. അന്ന് ഇവൻ എന്നെ വിളിച്ചിരുന്നു. അന്ന് പിന്നെ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു 3 മണിയോടുകൂടി ഞങ്ങൾ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു കയറി. തിങ്കളാഴ്ച ഇതേപോലെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇവൻ്റെ വിളി വരുന്നില്ല. അപ്പോൾ ഇവന് വിളിക്കുമ്പോൾ ഇവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്, ഫാമിലിയുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫാണ്. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ ബ്ലോക്കായി പോയി, അങ്ങോട്ടും പോകാൻ പറ്റാതെ ഞങ്ങൾ കാട്ടിലൂടെ ഫാമിലി അടക്കം കയറി വേറൊരു ഭാഗത്തേക്ക് മാറിയതാണ്. രാവിലെയാണ് പിന്നെ ഇവിടെ എത്തുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. ഞാൻ ഇവനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇന്നൊരു 3 പേരെ തിരിച്ചറിഞ്ഞു. അവൻ്റെ 2 മക്കളെയും പിന്നെ അവൻ്റെ ഏട്ടനെയും തിരിച്ചറിഞ്ഞു. ഭാര്യയും അവരുടെ വാപ്പ, ഉമ്മ, ഏട്ടൻ, 2 മക്കള്. എൻ്റെ അടുത്ത സുഹൃത്തും അയൽവാസി, എൻ്റെ വാപ്പാൻ്റെ ഏട്ടൻ്റെ മോളെ മോന്. ക്ഷമിക്കണം കേട്ടോ ശരത്, ഇതാണ് അവസ്ഥ. യൂനസ് ഇത് പറയാൻ തയ്യാറായത് കൊണ്ട് മാത്രമാണ്. ആളുകൾ സ്വന്തക്കാർ ആകരുതേ എന്ന് ആഗ്രഹിക്കുമ്പോഴും അവരെ തിരിച്ചറിയാൻ വേണ്ടി വരേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. യാഥാർത്ഥ്യത്തെ നേരിട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇവിടെയുള്ള എല്ലാ ആളുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ ഇപ്പോൾ സാധിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും 15 മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. ഇതിൽ 2 പേരെ മാത്രമാണ് തിരിച്ചറിയാൻ 2 കുട്ടികളെ തിരിച്ചറിയാൻ സാധിച്ചു. ഇപ്പോൾ യൂനസ് പറഞ്ഞതുപോലെ തന്നെ ഒരാളെയും മറ്റൊരാളെയും 2 കുട്ടികളെയും തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ എല്ലാ മൃതദേഹവും ഇവിടെ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു സ്കൂൾ തന്നെ മോർച്ചറിയുടെ രൂപത്തിലേക്ക് മാറ്റാൻ ഇന്ന് ഉച്ചയോടുകൂടി മാറ്റേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എന്തായാലും മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒരു ക്യാമ്പ് നടത്തുന്നതിനോടൊപ്പം തന്നെ അതേസമയം തന്നെ ഇങ്ങനെ മൃതദേഹം തിരിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കാനുള്ള മോർച്ചറിയും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സജ്ജീകരിച്ചിരുന്നു എന്നുള്ളതാണ് ശരത് പറയാനുള്ളത്. ജോഷില ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു നാട് ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. തൊട്ടപ്പുറവും ഇപ്പുറവും താമസിച്ച മനുഷ്യർ, അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഒരു വീട്ടിൽ തന്നെ കഴിഞ്ഞ ആളുകൾ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അവരാകട്ടെ അവരുടെ പ്രിയപ്പെട്ടവരെ കണ്ടെത്താൻ, അവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വിധിക്കപ്പെട്ടവരായി മാറുന്നു. ആ നിലയിലുള്ള ഒരു അനുഭവം, ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ് ഇന്നിപ്പോൾ ആ ഭാഗത്ത് എവിടെ നോക്കിയാലും കാണാനാവുക. ജോഷില സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ആ ആശുപത്രി, ആ സ്കൂളിൽ ഇപ്പോൾ ഒരു താൽക്കാലിക മോർച്ചറി സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം. അങ്ങനെയാണ് നിലമ്പൂരിലും മറ്റും കണ്ടെത്തിയ മൃതദേഹങ്ങളൊക്കെ മേപ്പാടിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ആ നിലയിൽ ക്രമീകരിച്ച മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ ആളുകൾ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള വലിയ പരിശ്രമം നടത്തുന്നു. പക്ഷേ വളരെ കുറച്ച് ആകെ 15 മൃതദേഹങ്ങളിൽ 2 എണ്ണം മാത്രമാണ് തിരിച്ചറിയാനായത് എന്ന് ജോഷില സൂചിപ്പിച്ച ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വേദനാജനകമായൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അത് ഏതെങ്കിലും ഒരു മണിക്കൂറത്തെയോ അല്ലെങ്കിൽ അര ദിവസത്തെയോ പ്രശ്നമല്ല, ദിവസങ്ങളായി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ അതിനിടയിലാണ് അവരുടെ മറ്റൊരു നിയോഗമാണ് ഈ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞു നടക്കുകയാണ്. അവരുടെ ചേതനയേറ്റ ശരീരത്തിൽ നിന്ന് അവരെ കണ്ടെത്താനാകുമോ? ഇപ്പോൾ യൂനസ് തന്നെ പറഞ്ഞതുപോലെ യൂനസിൻ്റെ വലിയൊരു ബന്ധുക്കളിൽ ഒരു വലിയൊരു വിഭാഗം തന്നെ, വലിയൊരു കൂട്ടം ആളുകളില്ലാതായിരിക്കുകയാണ്. അതിൽ കേവലം 2-3 ആളുകളെ മാത്രമാണ്, കുഞ്ഞുങ്ങളെയും മറ്റുമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്ന യൂനസിൻ്റെ വേദന. അതാണ് ആ നാടിൻ്റെ ആകെ ഒരു അവസ്ഥയാണ് യൂനസിൻ്റെ ആ വേദനയിലും കരച്ചിലും ഒക്കെ നമ്മൾ കണ്ടത്. അനൂപ് നമ്മൾക്കൊപ്പം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോഷില, ഞാൻ വരാം ജോഷിലയിലേക്ക് കൂടുതൽ. ജോഷില, വൈകുന്നേരം മുതൽ അവിടെ നിന്നുള്ള ഇത്തരം വിവരങ്ങളൊക്കെ, അവിടേക്ക് എത്തുന്ന മനുഷ്യരുണ്ട്, അവരുടെ സങ്കടങ്ങൾ, അവരുടെ അവസ്ഥ, ഇതിനിടയിൽ അവിടെ നടന്നു വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഇപ്പോൾ അനൂപിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അനൂപ്, അനൂപ് എവിടെയാണുള്ളത്? അനൂപ് ക്യാമ്പിലാണെന്ന് തോന്നുന്നു. കേൾക്കാം. എവിടെയാണ് അനൂപ് ഉള്ളത്? ക്യാമ്പിലാണ്.
ക്യാമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചുണ്ട RC സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവിടെ ഉള്ളവരിൽ പ്രധാനമായും മുണ്ടക്കൈ, ചൂരൽമല, പക്കാളിപ്പള്ളം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന്, ദുരന്തബാധിത സ്ഥലത്തു നിന്ന് ആദ്യം മാറ്റിപ്പാർപ്പിച്ചവർ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ ഈ ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണം എല്ലാം വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മുണ്ടക്കയിൽ നിന്നും അതോടൊപ്പം ചൂരൽമലയിൽ നിന്നുമാണ് പ്രധാനമായും ഇവിടേക്ക് ആളുകളെ എത്തിച്ചത്. അതോടൊപ്പം മറ്റ് സ്ഥലങ്ങൾ, അതായത് ഈ സ്ഥലത്ത് നമുക്ക് പൊതുവിൽ അറിയാം, ഈ സ്ഥലത്ത് മറ്റ് മേഖലകൾ കൂടി ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയുള്ള ആളുകളെ കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ളവരിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ നേരിട്ടവരും ഇവിടെയുണ്ട്. അതായത് വീടിന് മുകളിലേക്ക് വലിയ മൺതിട്ടകൾ ഇടിഞ്ഞ് വീട് പൂർണ്ണമായി തകർന്നവർ ഉൾപ്പെടെ ഈ ക്യാമ്പിൽ ഉണ്ട്. അവരെല്ലാം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണിത്. ഈ ക്യാമ്പ് തുടങ്ങിയിട്ട് 2 ദിവസമായി. ഇന്നാണ് കൂടുതൽ പേരെ ഇവിടേക്ക് എത്തിച്ചത്. 86 പേരാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പിൽ താമസിക്കുന്നത്. ഈ പക്കാളിപ്പള്ളത്തെല്ലാം വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ള സ്ഥലമാണ്. അതോടൊപ്പം ഇതിൽ തൊട്ട് സമീപത്തെ, അതായത് ഈ ചുണ്ട ടൗണിന് തൊട്ട് സമീപത്ത് തന്നെയുള്ള ആളുകളാണ് കൂടുതലായും ഈ ക്യാമ്പിൽ ഉള്ളത്. അവരെല്ലാം ഈ ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം എത്തിയവരുണ്ട്. ഇന്നാണ് ചൂരൽമലയിൽ നിന്നും അതോടൊപ്പം മുണ്ടക്കയിൽ നിന്നും ആളുകളെ ഇവിടേക്ക് എത്തിച്ചത്. ഈ വൈത്തിരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് ഉണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതെല്ലാമായി. 86 പേരെയാണ് ഇവിടെ ഇപ്പോൾ പാർപ്പിച്ചിട്ടുള്ളത്. ഇനിയും ആളുകൾ വന്നുകൊണ്ട് നിൽക്കാമെന്നാണ് റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. ഒരു ബസ്സാളും കൂടി 50ഓളം ആളുകൾ കൂടി ഇവിടെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ളവർക്കൊക്കെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഏർപ്പാട് എന്നുള്ള നിലയിലേക്കുണ്ട്. രാത്രി വൈകിയും ആളെ എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നൊക്കെ എപ്പോഴാണ് ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തുടങ്ങിയത്? എന്താണ്? ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നും ഇങ്ങോട്ട് എപ്പോഴാണ് ആളുകൾ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് 2 ദിവസം, മെനിഞ്ഞാന്നാണ്, ഇന്നലെയാണ് ആളുകളെ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുള്ളത്. ഇന്നലെയാണ് ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളത്. ചൂരൽമലയിൽ നിന്നുള്ളവരാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. പക്കാളിപ്പള്ളം മണ്ണിടിഞ്ഞ് പോയിട്ടുള്ള വീടുകളിൽ നിന്ന് ബാക്കിൽ നിന്ന് ആളുകളൊക്കെ മാറ്റിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മുണ്ടക്കയിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ രാത്രി വൈകിയും ആളുകളെ രക്ഷിച്ച് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് പറയുന്നത്. അതായത് ഈ രക്ഷാപ്രവർത്തനം ഈ രാത്രി സമയത്തും ഇത്തരത്തിൽ തുടരുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് സാങ്കേതികമായി ഇന്നത്തെ തെരച്ചിൽ ഈ മുണ്ടക്കൈ പ്രദേശം നിർത്തിയെങ്കിലും ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പല മേഖലകളിൽ നിന്നും ഇപ്പോഴും ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നു. റവന്യൂ വകുപ്പ് ഇവർക്ക് നൽകുന്ന നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ ഈ രാത്രി വൈകിയും ആളുകളെ എത്തിക്കാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണമെന്നതാണ്. അതുകൊണ്ട് തന്നെ പല മേഖലകളിൽ നിന്നും സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി അതിനുള്ള ആവശ്യങ്ങൾ, സജ്ജീകരണങ്ങൾ ഇവിടെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ഇന്നാണ് പ്രധാനമായും ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിൽ നമുക്കറിയാം വലിയ ദുരന്തത്തെ അതിജീവിച്ച ആളുകളെല്ലാം ഈ ക്യാമ്പിലുണ്ട്. അവരെല്ലാം ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുന്നത് രാത്രി വൈകിയും ഇവിടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണസജ്ജമായി ഈ ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. അത് വേണ്ടി വന്നാൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളാൻ വിധം ഇതിന്റെ സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങൾ വിപുലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് ശരത്ത് ഇപ്പോൾ ഈ ചുണ്ടയിൽ അനൂപ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇന്ന് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പ്രത്യേകിച്ച് റെഡ് സോൺ ഭാഗമായിട്ടുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകുകയും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമല്ല, പ്രളയ സാധ്യതയും ഉരുൾപൊട്ടൽ അടക്കമുള്ള മറ്റു പ്രകൃതിക്ഷോഭങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി വിവരം ലഭിച്ച പ്രദേശങ്ങളിലെല്ലാം ഇത്തരം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുണ്ടയിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ അത്തരം പ്രദേശങ്ങളിൽ നിന്നടക്കം, ഇപ്പോൾ ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല, അത്തരം സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ ആളുകളെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ മുണ്ടക്കൈ ഭാഗത്തു നിന്നൊക്കെ രാത്രിയും ആളുകൾ അവിടേക്ക് എത്താൻ പോകുന്നു. അനൂപ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ. അനൂപ്, ഈ ക്യാമ്പിനപ്പുറത്തേക്ക് ഇന്നത്തെ തെരച്ചിലും ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങളിലേക്ക് കൂടി ഒന്ന് വരാം. കാരണം ആ പ്രദേശങ്ങളാകെ ഏറ്റവും നന്നായി അറിയുന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് അനൂപ്. ഇന്നലെയും ഇന്നും
സംഭവിച്ച റൈറ്റ്, ഞാൻ അനൂപിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബ്രിട്ടാസ്, ഇന്ന് രാജ്യസഭയിൽ കേരളത്തിൻ്റെ ഈ അവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. രാജ്യത്താകെ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ 60% കഴിഞ്ഞ വർഷങ്ങളുടെ ഒരു കണക്കെടുത്താൽ അതിൽ ഏറ്റവും അധികം നടന്നിട്ടുള്ള കേരളത്തിലാണ്. പക്ഷേ ആ നിലയിൽ കേരളത്തെ പരിഗണിക്കാനോ ഒരു ദേശീയ ദുരന്തമായി കണ്ട് വേണ്ടത് ചെയ്യാനോ തയ്യാറാകുന്നില്ല എന്നൊരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. ഈ വിഷയം കേരളത്തിലുള്ള MP-മാർ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ അവതരിപ്പിക്കുന്നതിനനുസരിച്ച് ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയൊക്കെ വരുമ്പോൾ ഒരു മനോഭാവത്തിൽ മാറ്റം വരുന്നുണ്ടോ? അതേസമയം തന്നെയാണ് ആഭ്യന്തരമന്ത്രി ഈ കേരളത്തെ സംബന്ധിച്ച് ഈ മുന്നറിയിപ്പുകൾ നൽകിയതുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യങ്ങളിലെ തെറ്റിദ്ധാരണാജനകമായ വിഷയങ്ങളുള്ളത്. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അതാകെയും വിശദീകരിച്ച് തന്നെ റെഡ് അലർട്ട് ഒന്നും തന്നിരുന്നതേയില്ല. മാത്രമല്ല ഓറഞ്ച് അലർട്ടാണ് ഉണ്ടായിരുന്നത്. ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷമാണ് ഓറഞ്ച് അലർട്ടിലേക്ക് പോയത്. അത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ആവട്ടെ, അതുപോലെ തന്നെ ഏത് ഏജൻസി ആയാലും 3 ഏജൻസിയെക്കുറിച്ചും പറയുകയുണ്ടായി. അപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാംഗം എന്ന നിലയിൽ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സമീപനത്തെക്കുറിച്ച് ഇതുപോലൊരു വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഇപ്പോൾ പറയാനാവുക? ജോൺ ബ്രിട്ടാസ്. കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാ അംഗം എന്നതിനുപരി ഇന്ന് ഈ വിഷയം ഒരു ശ്രദ്ധ പ്രമേയമായി രാജ്യസഭയിൽ കൊണ്ടുവന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കൂടി ഈ വിഷയത്തിൽ സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശ്രദ്ധ പ്രമേയം രാജ്യസഭാ ചെയർമാൻ അംഗീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിനോട് അനുകൂലമായിട്ട് സർക്കാർ പ്രതികരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനൊരു ശ്രദ്ധ പ്രമേയം അവർ അംഗീകരിക്കേണ്ടതില്ല. എന്താ കാരണം വെച്ചാൽ ഇന്നലെ തന്നെ ചെറിയൊരു ചർച്ച ചെയ്യുമ്പോൾ നടന്നതാണല്ലോ. ആ രീതിയിൽ വേണമെങ്കിൽ അവർക്കത് അംഗീകരിക്കാതിരിക്കാമായിരുന്നു. പക്ഷെ അംഗീകരിച്ചപ്പോൾ അതും പ്രത്യേകിച്ച് അമിത്ഷായെ പോലുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ആ ചർച്ച തുടങ്ങി വെക്കാൻ എനിക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് വളരെ ക്രിയാത്മകമായിട്ടൊരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ മറുപടിയിൽ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഒരു കാലുഷ്യത്തിന്റെ ഭാവമാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു വ്യഗ്രത അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ ഞാൻ ഇടപെട്ടിട്ട് അങ്ങ് പറയുന്നത് തെറ്റാണ്, അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു നടപടിയും കേരള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ അവഗണിച്ചു എന്നൊക്കെ പറയുന്നത് വസ്തുതയ്ക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായിട്ടാണ് പെരുമാറിയത്. പിന്നെ അധ്യക്ഷനും സമയം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഇടപെട്ടിട്ട് ആ കാര്യം പറയാൻ പറ്റിയില്ല. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സാധാരണഗതിയിൽ മന്ത്രി വഴങ്ങിത്തരികയാണ് ചെയ്യേണ്ടത്, അതും വസ്തുത ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള നമ്മുടെ ഉദ്യമത്തിൽ. പക്ഷെ അത്തരത്തിലുള്ളൊരു വഴങ്ങിത്തരലിന് അദ്ദേഹം വിധേയനാകാത്തത് കൊണ്ടാണ് ആ സമയത്ത് നമുക്കത് അദ്ദേഹം പറഞ്ഞതിലെ വസ്തുതാപരമായിട്ടുള്ള പെശക് ചൂണ്ടിക്കാണിക്കാൻ പറ്റായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിന്നീട് വിശദമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് കേരളത്തിൽ നിന്നുള്ള CPM അംഗങ്ങള് ശിവദാസൻ, റഹീമും ഞങ്ങൾ സംയുക്തമായിട്ടൊരു കത്ത് ഇപ്പോൾ രാജ്യസഭാ ചെയർമാൻ ഇപ്പം അയച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ മറുപടിയിലെ, ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയിലെ തെറ്റുകൾ എന്തൊക്കെയാണ്, എവിടെയാണ് അദ്ദേഹത്തിന് പെശക് സംഭവിച്ചത്, എന്താണ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വിശദമായിട്ടുള്ള കത്ത് രാജ്യസഭാ ചെയർമാൻ അയക്കുകയും അതനുസരിച്ച് ഉചിതമായിട്ടുള്ള നടപടി അദ്ദേഹം കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ശ്രീ ബ്രിട്ടാസ്, അതിനർത്ഥം ഇപ്പോൾ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ രാജ്യമാകെ അത് ആ നിലയിലേക്ക്, എന്നിട്ട് കേരളം വേണ്ട രീതിയിൽ പെരുമാറിയില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ പെരുമാറിയിട്ടുണ്ട്. പാർലമെൻറ്റിനകത്ത്, രാജ്യസഭയ്ക്കകത്തടക്കം ആ നിലയിലൊരു വിശദീകരണം നൽകുന്നത് യഥാർത്ഥത്തിൽ സഭാ നടപടിക്രമങ്ങളുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായൊരു നടപടിയാണ് എന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുകൂടിയാണോ ഈ കത്തിൽ, അതിൻ്റെ ഉള്ളടക്കത്തിൽ അതാണോ ഉള്ളത്? മുഖ്യമന്ത്രി ഇന്ന് അത് ഓരോന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംസാരിച്ചത്. അതായത് ഈ അപകടം ഉണ്ടായതിന് ശേഷം രാവിലെ 6 മണിയോടുകൂടിയാണ് റെഡ് അലർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി വരുന്നത്. ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിന്നിരുന്നത്. ഈ ആദ്യത്തെ ദിവസം 24 മണിക്കൂറിൽ 200 മില്ലിമീറ്ററും അടുത്ത 24 മണിക്കൂറിൽ 372 മില്ലിമീറ്റർ മഴയുമാണ് ആ പ്രദേശത്ത് ആകെ പെയ്തത്. അതായത് 48 മണിക്കൂറിനുള്ളിൽ 572 മില്ലിമീറ്റർ മഴ. ഇങ്ങനെയൊക്കെയുള്ള വസ്തുതകൾ നിലനിൽക്കെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറ്റൊരു തരത്തിൽ ഇന്ന് പാർലമെൻറ്റിനകത്ത് പെരുമാറിയത്, വിശദീകരിച്ചത്. അത് രാജ്യത്തെ ആകെ തന്നെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കും വിധം പെരുമാറലായി കാണേണ്ടതുണ്ട് എന്ന ശക്തമായ വിമർശനമാണോ കത്തിൽ?
തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവനയിൽ പറഞ്ഞ കാര്യങ്ങൾ, യഥാർത്ഥ വസ്തുത എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു വിശദമായിട്ടുള്ള കത്താണ് രാജ്യസഭാ ചെയർമാന് നൽകിയിരിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ സഭാതലത്തിലാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ നടന്നത്. സ്വാഭാവികമായിട്ട് നടപടി സ്വീകരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സഭാ ചെയർമാനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സഭാ ചെയർമാന് ഞങ്ങൾ കത്ത് ഇപ്പോൾ അല്പം മുമ്പ് ഞങ്ങൾ വിശദമായിട്ട് അയച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശ്രദ്ധ ക്ഷണിക്കൽ നടത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് സർക്കാർ പ്രഖ്യാപിക്കണം. രണ്ട്, ഈ പറഞ്ഞ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉദാരമായിട്ടുള്ള സമീപനം ഉണ്ടാകണം. മൂന്നാമത്തത്, ഈ ബജറ്റ് അവതരിപ്പിച്ച വേളയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നൊരു കാര്യമുണ്ട്. അതായത് ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഏതാനും സംസ്ഥാനങ്ങൾക്ക് മാത്രമാണുള്ളതെന്ന രീതിയിൽ, അതായത് BJPയുമായി ബന്ധപ്പെട്ട് ഉള്ള സംസ്ഥാനങ്ങളിലെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രകൃതിക്ഷോഭത്തെ നേരിടാനുള്ള സഹായം പ്രഖ്യാപിക്കുന്ന ഒരു പ്രവണത ഈ കുറികളെ ബജറ്റിലുണ്ടായിരുന്നു. ആ ബജറ്റിലെ ആ നിലപാടുകൾ തിരുത്താനുള്ള ഒരു സമീപനം ഉണ്ടാകണം. പിന്നെ റഹീം ഉൾപ്പെടെയുള്ള ആൾക്കാർ, ശിവദാസൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മുന്നറിയിപ്പുകൾ. ഈ മുന്നറിയിപ്പുകളെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ശരത് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഭൂചലനങ്ങളുടെ, അതല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡുകളുടെ, ഉരുൾപൊട്ടലുകളുടെ 60% സംഭവിക്കുന്ന കേരളത്തിലാണെങ്കിലും ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പിന്, ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഏരിയയിലെ ഒരു മുന്നറിയിപ്പിന് വേണ്ട ഒരു കേന്ദ്രം യഥാർത്ഥത്തിൽ കേരളത്തിൽ അല്ല തുടങ്ങിയത്. അവർ പരീക്ഷാടിസ്ഥാനത്ത് തുടങ്ങിയിരിക്കുന്നത് അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു കേരളത്തോട് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമീപനമല്ല കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ഇക്കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഈ പ്രസക്തമായിട്ടുള്ള ഈ കാര്യങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിലേക്കാണ് പ്രവേശിച്ചത്. ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് സംസാരിച്ച പ്രധാനപ്പെട്ട ഒരാള്, അത് സ്വാഭാവികമായിട്ടും ആഭ്യന്തരമന്ത്രി പറഞ്ഞു കൊടുക്കാതെ അദ്ദേഹം സംസാരിക്കില്ല. രാഹുൽ ഗാന്ധിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിനെ വേണം ഞങ്ങൾ കുറ്റപ്പെടുത്താൻ വേണേ. പക്ഷേ ഇവിടേക്കൊരു രാഷ്ട്രീയം കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുത്തത്. ആ ചർച്ച തുടക്കം കുറിച്ച ഒരു MP എന്ന നിലയിൽ ഒരു തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ തർക്കപരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകാതെ എങ്ങനെയാണ് കേരളത്തെ ഈ ഒരു വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുന്നത്, എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഏജൻസികളും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ ഒരു ഉദാരമായി ഇപ്പൊ കേരളത്തോട് വേണ്ടത്, എങ്ങനെയാണ് രാജ്യത്തിന്റെ ഒരു ഐക്യദാർഢ്യം ഈ ഒരു വേളയിൽ കേരളത്തോട് വേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുകയും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള സമീപനങ്ങൾ തിരുത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയെക്കുറി അടിവരയിട്ടുകൊണ്ടാണ് സംസാരിച്ചത്. പക്ഷെ അതൊന്നും അദ്ദേഹം ഉൾക്കൊള്ളാതെ അദ്ദേഹത്തിന് പറയേണ്ട ചില കാര്യങ്ങൾ, അതിൽ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേക പ്രതലം അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ട് ആണ് സംസാരിച്ചത്. ആ ഒരു സംസാരിച്ചത് ദൗർഭാഗ്യകരമായി പോയി. ഈ ഒരു വേളയിൽ ഒരു ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു വേളയിൽ ഞാൻ സഭയെ ചൂണ്ടിക്കാണിച്ചതുപോലെ റെസ്ക്യൂവും റിലീഫും റീഹാബിലിറ്റേഷനുമാണ്. ആദ്യം റെസ്ക്യൂ ആണ്. റെസ്ക്യൂ പൂർത്തിയായ ഉടനെ ഈ റിലീഫ് വേണം. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട്, പുനരധിവാസത്തിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിന് സഹായം വേണം. ഈ 3 ഘട്ടങ്ങളെ എങ്ങനെ സർഗാത്മകമായി സമീപിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം അതിന് ചെവി കൊടുക്കാതെ വേറെ രീതിയിലുള്ള വക്രീകരിച്ച ചില പ്രതിപാദനങ്ങളിലേക്ക് ദൗർഭാഗ്യകരമായി കടക്കുകയാണ് ഉണ്ടായത്. നന്ദി ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലിലൂടെ രാജ്യസഭയിൽ കേരളത്തിൻ്റെ ഈ പ്രശ്നം, ഈ ദുരന്തത്തെ, വയനാട്ടിലെ ദുരന്തത്തെ അവതരിപ്പിച്ച് അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അതുപോലെ തന്നെ രാജ്യത്ത് കഴിഞ്ഞൊരു 7 വർഷക്കാലത്തെ കണക്കെടുത്താൽ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും ആകെ സംഭവിച്ചിട്ടുള്ളതിൻ്റെ 60% കേരളത്തിലാണ് എന്നുള്ളതടക്കമുള്ള വിവരങ്ങൾ പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ അടിയന്തര ഇടപെടൽ, ദേശീയ ദുരന്തമായി ഇതിനെ കാണണം, സാമ്പത്തിക സഹായം നൽകേണ്ടതുണ്ട്, ഇതെല്ലാം മുന്നോട്ട് വെച്ച് സംസാരിച്ച ഒരു സാഹചര്യം. അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി നൽകിയതിനെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP സംസാരിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം,
ഇന്ന് രാജ്യസഭയിലടക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ മറുപടിയിലെ പിശകുകൾ, തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ, വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ, ഇതോരോന്നും ചൂണ്ടിക്കാട്ടി രാജ്യസഭാ അധ്യക്ഷന് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എം.പിയും അതുപോലെ ഡോക്ടർ ശിവദാസനും അതുപോലെ തന്നെ എ റഹീമും ഒക്കെ ചേർന്ന് മറ്റ് എം.പിമാരുമൊക്കെ ചേർന്ന് പരാതി നൽകിയിട്ടുണ്ട്, കത്ത് നൽകിയിട്ടുണ്ട് എന്നതുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നന്ദി ജോൺ ബ്രിട്ടാസ്, ഞങ്ങളോട് ഇതേക്കുറിച്ച് സംസാരിച്ചതിന്. ദേശീയ തലത്തിലടക്കം കേരളത്തിൻ്റെ ഈ പ്രശ്നത്തെ കേരളത്തിൻ്റെ എം.പിമാർ അത് രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് കെ രാധാകൃഷ്ണൻ ഈ വിഷയം അടിയന്തര പ്രമേയമായി ലോക്സഭയിലേക്ക് കൊണ്ടുവന്നിരുന്നു. കെ.സി. വേണുഗോപാൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു. ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല ഈ വിഷയത്തെ സമീപിക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി ഇന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ദേശീയ തലത്തിൽ കേരളത്തിൻ്റെ ഈ പൊതുപ്രശ്നത്തെ, ഈ വിഷമകരമായ സാഹചര്യത്തെ എങ്ങനെയാണ് നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടിയാണ് ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. നമുക്ക് മറ്റ് കുട്ടൻ ചേരുന്നുണ്ട്, മറ്റാളുകളൊക്കെ വരുന്നുണ്ട്. അതിനു മുമ്പ് പറഞ്ഞതുപോലെ ഇതുപോലൊരു സാഹചര്യത്തിൽ പഴിചാരി രക്ഷപ്പെടുകയല്ല വേണ്ടത്, പഴിചാരലല്ല അതിൻ്റെ ഉചിതമായ രീതി എന്ന് കേരളത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു കൊടുക്കേണ്ടതായി വരുന്നുണ്ട് എന്നത് തന്നെയാണ്. അവരുടെ തന്നെ കേന്ദ്ര ഏജൻസികൾ തന്നെ എങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പുകളാണ് നൽകിയത്. ആ മുന്നറിയിപ്പുകളെ എല്ലാം ശ്രദ്ധിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോയ ഒരു സംസ്ഥാനത്തെ ഒരു ദുരന്തം വന്നു കഴിഞ്ഞപ്പോൾ, ദുരന്തം കഴിഞ്ഞൊരു റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ച ഈ ഏജൻസികളെ അവരുടെ തന്ത്രപരമായ നീക്കത്തെ വെച്ച് കേരളത്തെ പഴിചാരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രമിച്ചപ്പോൾ അതിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഓരോ സാഹചര്യങ്ങളും ഈ ഏജൻസികളെ ഓരോന്നിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ മറുപടി പറയേണ്ടി വന്നു. കേരളത്തെ സംബന്ധിച്ച് വളരെ നിർഭാഗ്യകരമായൊരു സാഹചര്യമാണ്. ഇതുപോലൊരു വലിയ ദുരന്തത്തിന് നടുവിലും ഇത്തരം കളവായ പ്രചാരണത്തിന് മറുപടി പറഞ്ഞ് നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. കാരണം രാജ്യമാകെ ഈ കളവ് പ്രചരിപ്പിക്കുക, കേരളത്തിനെതിരായ, കേരളം വേണ്ടത് ചെയ്തില്ല എന്ന തരത്തിലേക്ക് ഒരു പ്രചാരണം കൊണ്ടുവരാൻ ശ്രമിക്കുക, അതിനെയും പ്രതിരോധിക്കാൻ സമയം ചെലവഴിക്കേണ്ടി വരുന്നു കേരളത്തിന് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായൊരവസ്ഥ. അതിന് രാജ്യം ഭരിക്കുന്ന സർക്കാർ തന്നെ വഴിയൊരുക്കുന്നു എന്നുള്ളതും ഏറെ നിർഭാഗ്യകരമായ സാഹചര്യമാണ്. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതും അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയും നമുക്കൊന്ന് ചുരുക്കത്തിൽ കണ്ടുവരാം. केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दी गई थी। 26 तारीख को मान्यवर ये कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी, भारी वर्षा होगी, लैंडस्लाइड होने की संभावना है, मड भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं. ഞാനിതിനെ മറ്റൊരു രീതിയിൽ എടുക്കുന്നില്ല. ഒരു പഴിചാരേണ്ട ഒരു ഘട്ടമായിട്ടല്ല ഇപ്പോൾ ഇതിനെ ഞാൻ കാണുന്നത്. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത്. അവിടെ 115-നും 204 മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ എത്ര മഴയാണ് പെയ്തത്? ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ 200 മില്ലിമീറ്റർ, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 372 മില്ലിമീറ്റർ മഴ. ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത്. അപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത്. ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപകടം ഉണ്ടായതിന് ശേഷം രാവിലെ 6 മണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത്. മുഖ്യമന്ത്രി ഇവിടെ ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പാണ്. അതുതന്നെ വളരെ പ്രകടമായി മനസ്സിലാകും. അവർ നൽകിയ മുന്നറിയിപ്പ് അതൊരു ഓറഞ്ച് അലർട്ട് ഘട്ടമായിരുന്നു. പരമാവധി 204 മില്ലിമീറ്റർ മഴ പെയ്യും. പക്ഷേ 48 മണിക്കൂർ കൊണ്ട് നിർത്താതെ 572 മില്ലിമീറ്റർ മഴയാണ്. അതായത് അവരുടെ മുന്നറിയിപ്പ് തന്നെ പാളി. എന്നിട്ട് ഈ അപകടം നടന്നു കഴിഞ്ഞപ്പോഴേക്കും വേഗത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് സംഭവിച്ചത്. അതായത് അപകടം ഉണ്ടായതിന് ശേഷം രാവിലെ 6 മണിയോടുകൂടി റെഡ് അലർട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജിയോളജിക്കൽ സർവേ
ഓഫ് ഇന്ത്യ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സിസ്റ്റത്തിനായിട്ട് ഒരു സംവിധാനം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അവർ 29 നൽകിയ മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ 4 തരം മുന്നറിയിപ്പുമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ആ സ്ഥാപനം 23 മുതൽ, അതായത് ജൂലൈ 23 മുതൽ ജൂലൈ 28 വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ നൽകിയ മഴ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ ഒരു ദിവസം പോലും അതിശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലർട്ട് പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ജൂലൈ 29 ഉച്ചയ്ക്ക് 1 മണിക്ക് നൽകിയ മുന്നറിയിപ്പിൽ പോലും വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ട് മാത്രമാണ്. അതിശക്തമായ മഴ എന്ന് പറയുന്ന അതിതീവ്ര മഴയായിട്ടുള്ള റെഡ് അലർട്ട് പറഞ്ഞിട്ടേ ഇല്ല, പകരം ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ 30 ഉരുൾപൊട്ടൽ കഴിഞ്ഞ് 30 അതിരാവിലെ 6 മണിക്ക് മാത്രമാണ് വയനാട്ടിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും റെഡ് അലർട്ടും പ്രഖ്യാപിക്കുന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇതേ ദിവസം തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉച്ചയ്ക്ക് 2 മണിക്ക് നൽകിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സംബന്ധിച്ച വയനാട് ജില്ലയ്ക്കായിട്ടുള്ള 30-ാം തീയതിക്കും 31-ാം തീയതിക്കുമുള്ള അലർട്ടിൽ, 31 എന്ന് പറയുന്നത് ഇന്നാണ് ഉള്ള അലർട്ടിലും പച്ച അലർട്ടാണ് നൽകിയിട്ടുള്ളത്. പച്ച എന്ന് പറയുന്നത് വളരെ ചെറിയ മണ്ണിടിച്ചിൽ എന്ന നിലയിലാണ്. അപ്പോൾ വരാൻ പോകുന്ന വലിയ ഉരുൾപൊട്ടലിൻ്റെ ഒരു സാധ്യതയും മുൻകൂട്ടി കാണാൻ ഈ പറഞ്ഞ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഇരിക്കെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ രൂപത്തിൽ ഇതെല്ലാ മുന്നറിയിപ്പുകളും റെഡ് അലേർട്ട് അതിതീവ്രമായ സാധ്യതകൾ കേരളത്തെ അറിയിച്ചു എന്ന മട്ടിലൊരു വ്യാഖ്യാനം സഭയിൽ നൽകിയത്. ഇനി മറ്റ് മൂന്നാമത്തെ ഏജൻസി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഏജൻസി കേന്ദ്ര ജല കമ്മീഷനാണ്, സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. ഈ കമ്മീഷനാണ് പ്രളയ മുന്നറിയിപ്പ് നൽകേണ്ടത്. നമുക്ക് പരിചയമുള്ളതാണ്, 2012 പ്രളയകാലത്തും ആ നിലയിലേക്ക് കേരളത്തിൽ ഒരു വലിയ പ്രളയം വരാൻ പോകുന്നു എന്ന മുന്നറിയിപ്പിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ സ്ഥാപനം ജൂലൈ 23 മുതൽ 29 വരെ ഒരു ദിവസം പോലും, ജൂലൈ 23 മുതൽ 29 വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ ഇരുവിഴഞ്ഞി പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടേയില്ല. ഇതെല്ലാമാണ് യാഥാർത്ഥ്യം എന്നിരിക്കെയാണ് ഇങ്ങനെയൊരു പരാമർശം സഭയ്ക്കകത്ത് പാർലമെൻറ്റിൽ ഉണ്ടായത്. ഇങ്ങനെ പ്രളയം എന്ന് പറയുന്നതിന് സാധ്യമായ രീതിയിലുള്ള മഴയാണ് 48 മണിക്കൂർ കൊണ്ട് പെയ്ത് 572 മില്ലിമീറ്റർ. പക്ഷേ ഈ ഏജൻസികൾക്ക് ആർക്കും അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന ഇത്തരം മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുന്നറിയിപ്പുകൾ നൽകാനേ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിൽക്കെയാണ് പാർലമെൻറ്റിൽ വ്യത്യസ്തമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസാരിച്ചത്. അതിനെയാണ് മുഖ്യമന്ത്രി തിരുത്തിയത്. PV കുട്ടൻ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. കുട്ടൻ, വേഗത്തിൽ ഒരു കാര്യം, ഇന്നത്തെ ഒരു പൊതുവായ നമ്മൾ മന്ത്രിയോട് സംസാരിച്ചു, ഇന്നത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പോൾ പാർലമെൻറ്റിനകത്ത് കേരളത്തിൻ്റെ വിഷയത്തെ അവതരിപ്പിച്ചതിനെക്കുറിച്ചാണ് രാജ്യസഭാ അംഗം സംസാരിച്ചത്. അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അനൂപ് സംസാരിച്ചു. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് രക്ഷാപ്രവർത്തനം നാളെ കുറേ കൂടി ശക്തമായി, മഴ പെയ്യുന്നത് വലിയ തിരിച്ചടിയാകുന്നുണ്ട്, വലിയ പ്രതിബന്ധമാകുന്നുണ്ട്. പക്ഷേ ആ ബെയിലി പാലം പൂർത്തീകരിച്ച് JCBയും ഹിറ്റാച്ചിയും ഒക്കെ എല്ലാ പ്രദേശത്തേക്കും എത്തിച്ച് രക്ഷാപ്രവർത്തനവും തെരച്ചിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോവുക എന്ന നിലയിലൊരു വലിയ പരിശ്രമമാണോ ഈ രാത്രിയിലും അവിടെ നടക്കുന്നത്? നാളെ അതിൻ്റെ ഒരു പ്രതീക്ഷ, അത് കുറേ കൂടി ശക്തമായ ഒരു രക്ഷാപ്രവർത്തനം തെരച്ചിൽ നാളെ പ്രതീക്ഷിക്കാമോ കൂടുതൽ ശക്തമായി? ശരത്ത്, ബെയിലി പാലം നാളോടുകൂടി, നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പൂർത്തിയാകുമെന്നാണ്, നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നടന്നാൽ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത കൂടും. നമുക്കറിയാം, വലിയ ദുർഘടമായ സാഹചര്യത്തിൽ പോലും അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് വളരെ കൃത്യമാർന്ന വളരെ വേഗതയിലുള്ള രക്ഷാപ്രവർത്തനമാണ് വിവിധ സേനകൾ നടത്തിയിരിക്കുന്നത്. ഈ മുണ്ടക്കയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ക്യാമ്പിലെത്തിയവർ തന്നെ നമ്മളോട് പറഞ്ഞത് ഈ രക്ഷാപ്രവർത്തകർ ദൈവത്തെ പോലെയാണ്, അത്രയും വേഗതയിൽ നമ്മുടെ അടുത്തേക്ക് എത്തി, അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവൻ രക്ഷപ്പെട്ടതെന്നൊക്കെയുള്ള രീതിയിൽ അവരൊക്കെ ഈ വലിയ ദുരന്തത്തിനിടയിലും വലിയ സങ്കടങ്ങൾക്കിടയിലും അത്തരം കാര്യങ്ങളിൽ അവർ ആശ്വാസ വാക്കുകൾ പറയുന്നുണ്ട്. ഏതായാലും ഊർജിതമായ രക്ഷാപ്രവർത്തനം നടക്കുന്നു. 9 മന്ത്രിമാരാണ് ഈ വയനാട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ മന്ത്രിമാരുടെ ഒരു യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കെ രാജൻ, അതോടൊപ്പം തന്നെ VN വാസവൻ, PM മുഹമ്മദ് റിയാസ്, വയനാട് നിന്നുള്ള OR കേളു, വീണ ജോർജ്, AK ശശീന്ദ്രൻ, K കൃഷ്ണൻകുട്ടി, കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക്, GR അനിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രക്ഷാപ്രവർത്തനം അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വയനാട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അദ്ദേഹം തന്നെയാണ് ഈ സംഭവം നടന്ന ആ സെക്കൻഡ് മുതൽ
വളരെ ഊർജിതമായ രീതിയിലുള്ള ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉള്ള നിർദ്ദേശങ്ങളും അതിൻ്റെ ഏകോപനവും ഒക്കെ നടത്തിയിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് മന്ത്രിമാരുടെ യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായ യോഗത്തിൽ പങ്കെടുക്കും. 11:30 വയനാട്ടിൽ കലക്ട്രേറ്റിൽ തന്നെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രിയുമൊക്കെ സന്ദർശിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മുഖ്യമന്ത്രി കൂടി നേരിട്ട് ഇവിടെ എത്തി നേരിട്ട് തന്നെ ഇവിടെയുള്ള ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ വലിയ ആശ്വാസകരമാണ്. കാരണം വയനാട്, കേരളം തന്നെ ഇതുവരെ കാണാത്ത അത്രയും വലിയ ദുരന്തമാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. അതുകൊണ്ട് തന്നെ വളരെ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും തുടരുന്നത്. ശരത്ത്, ശരി, നമ്മളോടിപ്പോൾ കുട്ടൻ സംസാരിക്കുന്ന ഘട്ടത്തിലും അവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. സർവകക്ഷി യോഗം വയനാട്ടിൽ നേരത്തെ മന്ത്രി വി എൻ വാസവനും അത് സൂചിപ്പിച്ചു. സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ടാണ് ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് രക്ഷാപ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം മാത്രമാണ് വയനാട്ടിലേക്ക് എത്തുക എന്നതും ഇന്നലെ തന്നെ വാർത്തകളിലുണ്ടായിരുന്നു. ഇന്നലെയും ഇന്നും ആ അവലോകനം ഏകോപനം പൂർത്തീകരിച്ചുകൊണ്ടാണ് നാളെ അദ്ദേഹം വയനാട്ടിലേക്ക് എത്തുന്നത്. വയനാട്ടിലെത്തി സർവകക്ഷി യോഗം ചേരുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ എത്താൻ പോകുന്നു. കനത്ത മഴ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ പ്രതിബന്ധം, ഇപ്പോഴത്തെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക്, തെരച്ചിലിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം അവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആധികാരികമായി ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ശേഖർ കുര്യാക്കോസ് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അതുകൂടി അദ്ദേഹം പറയുന്നത് കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഇതുവരെ ഇതേക്കുറിച്ച് സംസാരിച്ച ഈ ഒരു സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്യാം. ശേഖർ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം ദുഷ്കരമായൊരു പ്രദേശമാണത്. അപകടകരമായ മേഖലയായി തുടരുന്നു. അതിതീവ്ര മഴയാണ് ഇനിയും അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനും മറ്റും ഏറ്റവും പുതിയ തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യയെല്ലാം അവിടെ ഉപയോഗിക്കേണ്ടത് ഉണ്ട് എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നു. നാളെ മുഖ്യമന്ത്രി തന്നെ അവിടെ എത്താൻ പോകുന്നു. പ്രവർത്തനങ്ങളെ അദ്ദേഹം നേരിട്ട് ഏകോപിപ്പിക്കുന്നു. അപ്പോൾ തെരച്ചിലിന് ആധുനിക ഉപകരണങ്ങളുടെ സംവിധാനം എത്തിക്കൽ, അതുപോലെ തന്നെ ബെയിലി പാലം പൂർത്തീകരിക്കൽ, അങ്ങനെ മാത്രം ഈ ഉപകരണങ്ങളൊക്കെ അവിടേക്ക് കൂടുതലായി എത്തിക്കാനാവും. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ശ്രമകരമായ പല ഉത്തരവാദിത്തങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുമ്പിൽ ഉണ്ട് താനും. അപ്പോൾ ആ നിലയിൽ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും നാളെ മുതലുള്ള പ്രവർത്തനങ്ങളെയും കുറിച്ച് ആളുകൾക്കറിയാൻ ആഗ്രഹമുണ്ട്. അതേക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്, ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾക്ക് ഈ ദുരന്തമുണ്ടായ 30-ാം തീയതി അതിരാവിലെ 2:40 ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഉള്ള അറിയിപ്പ് കിട്ടുന്നത്. അത് കിട്ടി ഏതാണ്ടൊരു അരമണിക്കൂറിനുള്ളിൽ ഈ വിവരം സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും റവന്യൂ മിനിസ്റ്ററുടെ ഓഫീസിനെയും ചീഫ് സെക്രട്ടറിയെയും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ സെക്രട്ടറിയെയും അറിയിക്കുകയും ഞങ്ങൾ പലരും ഈ ഓഫീസിലേക്ക് ഏതാണ്ടൊരു 3:30 തന്നെ വന്ന് നമ്മൾ ആദ്യം NDRFൻ്റെ ഒരു സംഘത്തിനെ നമ്മൾ വളരെ മുന്നേ ജൂൺ മാസത്തിൽ തന്നെ കേരളത്തിൽ പ്രീ പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വയനാട്ടിൽ 9 സംഘത്തിനെ പ്രീ പൊസിഷൻ ചെയ്തിരുന്നു. അതിലൊരെണ്ണം വയനാട് തന്നെയായിരുന്നു. വയനാടിൻ്റെ ദുരന്ത സാധ്യതയെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമ്മൾക്കുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ അത്തരമൊരു തീരുമാനം കൈക്കൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ ആവശ്യം നമ്മൾ നൽകുന്നത് 12 ജൂണിനാണ്. ആ ആവശ്യത്തിൻ്റെ വെളിച്ചത്തിൽ 9 ടീം കേരളത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ സ്ഥിരമായി 2 സംഘങ്ങളാണുള്ളത്. തൃശ്ശൂരാണ് റീജിയണൽ റെസ്പോൺസ് സെൻറ്റർ തൽക്കാലം പ്രവർത്തിക്കുന്നത്. ആ റീജിയണൽ റെസ്പോൺസ് സെൻറ്ററിൽ 2 സംഘങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിന് അധികമായിട്ടാണ് നമ്മൾ 7 സംഘങ്ങളെയും കൂടി ചോദിച്ചത്. അവർ വരികയും അവർ മറ്റു പ്രവർത്തനങ്ങൾ, സ്ഥലം പരിചയപ്പെടൽ പോലെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയും ചെയ്തു. അപ്പോൾ 30-ാം തീയതി നമ്മൾക്ക് NDRFൻ്റെ ഒരു സംഘം മതിയാവില്ല എന്ന മനസ്സിലാക്കലിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ തൊട്ടടുത്തുള്ള ജില്ലയിൽ നിന്ന് ഒരു സംഘത്തിനെയും കൂടി അങ്ങോട്ട് വിട്ടു, കോഴിക്കോട്. അപ്പോൾ കൊല്ലത്ത് താരതമ്യേന പ്രശ്നം ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന NDRF സംഘത്തിനെ നമ്മൾ കോഴിക്കോടേക്ക് മാറ്റി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്ത അവലോകന യോഗത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത്. നമ്മൾക്ക് ഒരു പകൽ വെളിച്ചം വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ബോധ്യപ്പെട്ടു ഇത് ഒരു
വലിയ ദുരന്തമായിട്ടാണ് മാറുന്നത്. ആ മനസ്സിലാക്കലിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ണൂരുള്ള ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിൻ്റെ 2 സംഘത്തിനെ അങ്ങോട്ടേക്ക് വിടണം എന്ന നിർദ്ദേശം നൽകി. അപ്പോൾ അത് പ്രകാരം ഡിഫൻസ് സർവീസ് സെക്യൂരിറ്റി കോർപ്സിൻ്റെ 2 സംഘവും അങ്ങോട്ട് പോയി. തൊട്ടടുത്തതായി നമ്മൾ എയർഫോഴ്സിൻ്റെ എയർ സോട്ടി ആവശ്യമായി വരും എന്ന് കണ്ടുകൊണ്ട് എയർഫോഴ്സിൻ്റെ എയർ സോട്ടിക്ക് വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശവും കൊടുത്തു. അതിനു പുറമെ നമ്മൾക്കവിടെ പാലം പോയതും എൻജിനീയറിംഗ് സംബന്ധമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുമെന്നറിയാവുന്നതുകൊണ്ട് ഒക്കെ നമ്മൾ ബെയിലി ബ്രിഡ്ജ് പോലെയുള്ള സംവിധാനങ്ങൾ വേണമെന്ന് പറഞ്ഞു. പിന്നെ കടാവർ ഡോഗ്സ്, ഈ മണം പിടിച്ച് മനുഷ്യരെ കണ്ടെത്താൻ പറ്റുന്ന നായ്ക്കളെ, അത് നമ്മളുടെ കേരള പോലീസിന് തന്നെ ഉണ്ട്. അവയെ ഉപയോഗപ്പെടുത്തുന്നതിന് പുറമെ അധികമായി പട്ടാളത്തിൻ്റെ നായ് സംഘങ്ങളെ കൂടി വേണം എന്നാവശ്യപ്പെട്ടു. ഇത് കൂടാതെ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ സേവനം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് വിനിയോഗിക്കാം എന്ന തലത്തിൽ നമ്മൾ ബാക്ക് എൻഡിൽ നിർത്തുകയാണ് ചെയ്തത്. റിലീഫ് അസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ മറ്റു ഷോർട്ടേജുകളൊന്നുമില്ല. അപ്പോൾ സാധനങ്ങൾ ലഭ്യമാക്കാനോ ഒന്നും സാമ്പത്തികമായ പരിമിതികൾ നമ്മൾക്ക് ഈ വിഷയത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്നലെയും ഇന്നും ആവർത്തിച്ചു, ഈ CMDRFിലേക്ക് സാമ്പത്തിക സഹായമാണ് ഉചിതം. മറ്റ് റിലീഫുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഡോക്ടർ കൗശികനെ, കമ്മീഷണർ ലാൻഡ് റവന്യൂവിനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ ജില്ലാ കളക്ടറെ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റൊരു വശത്ത് ഓപ്സ് നോക്കി നടത്തുന്നതിന് സാംബശിവറാവു IASനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. സേതുരാമൻ എന്ന DIG ആണ് അവിടുത്തെ ഓൺസൈറ്റ് ഇൻസിഡൻറ്റ് കമാൻഡർ. ഇവർക്കൊക്കെ പുറമെ ADGP അജിത് കുമാർ സാറും അവിടെയുണ്ട്. നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെയും സാമൂഹിക സന്നദ്ധ സേനയായ സിവിൽ ഡിഫൻസ് അല്ലെങ്കിൽ കൂടാതെ ആപദാമിത്ര, ഈ സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ ഫയർഫോഴ്സുമായി ചേർന്ന് അവരുടെ കീഴിൽ, ഫയർഫോഴ്സിൻ്റെ കീഴിലാണ് ഇവരുള്ളത്, വലിയ പ്രവർത്തനം ആ മേഖലയിൽ കാഴ്ചവെച്ചു. അപ്പോൾ നമ്മൾ കണ്ടത് ഏതാണ്ടൊരു ഉച്ചയോടുകൂടി ഏതാണ്ട് 1200 ആളുകൾ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാത്രം ഈ അപകടകരമായൊരു മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. പകല് തന്നെ അതിരാവിലെ 4 മണിക്ക് അവിടുന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ ഹസാഡ് അനലിസ്റ്റായ അരുൺ ഈ മേപ്പാടി സ്കൂളിൻ്റെ അവിടെ പോയി നിന്നുകൊണ്ട് എനിക്ക് വീഡിയോ കോളിൽ അവിടുത്തെ സ്ഥിതി വിവരങ്ങൾ പറഞ്ഞു തരുമ്പോൾ ആ പ്രദേശത്ത് ചുരുങ്ങിയതൊരു 500 പേരെങ്കിലും, അപ്പോഴും അപകടം തരണം ചെയ്തിട്ടില്ല, ആ സാഹചര്യത്തിൽ പോലും അവിടെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിലുണ്ട്. അപ്പോൾ അവരുടെ ജീവനും സ്വത്തിനും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ട് അവരെ ആ പ്രദേശത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ അന്നേരം പറഞ്ഞിരുന്നു. നിങ്ങൾ മലയുടെ ഭാഗത്തേക്ക് പോകരുത്, നീ പുഴ കടക്കാൻ അന്നേരം ശ്രമിക്കരുത്, പകൽ വെളിച്ചം വെടിയാതെ ചെയ്യരുത് എന്നും പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ കാണുന്ന, അപ്പോൾ ഇന്നലെ അത്തരമൊരു കേന്ദ്രീകൃതമായൊരു പ്രവർത്തനമാണ് നടത്തിയത്. പിന്നെ നമ്മൾ ഈ ഒരു മേഖല വളരെ ദുഷ്കരമാണ് ചെന്നെത്താൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ട് എത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഡ്രോൺ സൗകര്യം നമ്മൾ അവിടെ, നമ്മളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ കുറച്ച് ഡ്രോണുകളുണ്ട്. പിന്നെ ഡ്രോൺ അസോസിയേഷൻ ഓഫ് കേരള അവിടെ സഹായത്തിന് വേണ്ടി മുന്നോട്ട് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് ലഭ്യമായ മറ്റ് സഹായങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്ന് നമ്മൾ ചെയിൻ ടൈപ്പ് ഹിറ്റാച്ചി അവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ജാക്ക് ഹാമറുകളും ഹാൻഡ് ഹാമറുകളും കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും അങ്ങോട്ട് എത്തിച്ചു, വയനാട്ടിൽ ലഭ്യമായതിന് പുറമെ. അപ്പോൾ ഈ ഒരു പ്രവർത്തനമാണ് അവിടെ വലിയ അളവിൽ നടന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് 30-ാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വന്ന് ഇവിടുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചു. ഞങ്ങളുടെ വൈസ് ചെയർമാനാണ് റവന്യൂ മന്ത്രി, അദ്ദേഹം നേരിട്ട് ഇവിടെ വരികയും അദ്ദേഹം ഇവിടെ ആലോചനകൾ നടത്തിയതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം വയനാട്ടിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി പോവുകയും ചെയ്തു. അദ്ദേഹം വയനാടും നല്ല പരിചയമുള്ള ആളാണ്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി നിരന്തരം ബന്ധപ്പെട്ട് ഞങ്ങളെ നയിക്കുന്ന വൈസ് ചെയർമാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം വയനാട്ടിൽ വലിയ രീതിയിൽ പ്രയോജനപ്പെടും എന്ന് കണ്ടിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി
അദ്ദേഹത്തെ അങ്ങോട്ട് പോകാൻ നിർദ്ദേശിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ തലത്തിലും, മന്ത്രിസഭയുടെ തലത്തിൽ തുടങ്ങി ഏറ്റവും താഴെ പഞ്ചായത്ത് സംവിധാനം വരെ ഇടകലർന്ന് പ്രവർത്തിക്കുന്ന ഒരു നടപടിയാണുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, പകല് നമ്മൾക്ക് ഏതെങ്കിലും പ്രദേശത്ത് ഈ അതിരാവിലെ ഏതെങ്കിലും പ്രദേശത്ത് ആളുകൾ പെട്ടുകിടപ്പുണ്ടോ എന്ന വിവരം ലഭ്യമല്ലായിരുന്നു. അപ്പോൾ അതിന് നമ്മൾക്കതിലൊരു വസ്തുനിഷ്ഠപരമായ വിവരം, ജീവനോടെ രക്ഷപ്പെട്ട ആളുകൾ എവിടെയാണ് എന്ന വിവരം ലഭ്യമാക്കിയത് ഈ പ്രദേശത്തെ തദ്ദേശ സ്ഥാപനത്തിലെ വാർഡ് മെമ്പർ നൂറുദ്ദീനാണ്. നൂറുദ്ദീൻ നേരിട്ട് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇവിടെ വിളിക്കുകയും ഞങ്ങളുമായി സംസാരിക്കുകയും അതനുസരിച്ച് നമ്മൾക്ക് ആളുകൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന ഒരു മനസ്സിലാക്കലിന് സഹായകരമായി. അപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരംഭിച്ച് മന്ത്രിസഭ വരെയുള്ള സംവിധാനം കേന്ദ്ര സേനകളുടെ സഹായത്തോടു കൂടി, നമ്മളുടെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടു കൂടിയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനം വരും ദിവസങ്ങളിലും തുടരേണ്ടി വരും. കുറച്ച് ദിവസങ്ങളിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മളുടെ മലപ്പുറത്ത് പോത്തുകൽ വരെയുള്ള പ്രദേശത്ത് നിന്ന് നമ്മൾക്ക് ഈ ദുരന്തത്തിൻ്റെ മനുഷ്യ ആഘാതമുണ്ടായ മരണപ്പെട്ട ആളുകളെ ലഭിക്കുകയുണ്ടായി. അവിടെ ശ്രീ PV അൻവർ MLA സാറിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. അദ്ദേഹം ഒരുപാട് ആളുകളെ, ആ പ്രദേശത്തുള്ള ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് കാട്ടിനുള്ളിൽ നിന്ന് പോലും പല ഭാഗത്തു നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തി ഈ ബോഡി കണ്ടെത്തിയതും മറ്റും. അപ്പോൾ ഒരു ജില്ലയല്ല, 4-5 ജില്ലകൾ വയനാടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. 2 തൊട്ടടുത്തുള്ള മലപ്പുറം ജില്ലയിൽ പോലും രക്ഷാപ്രവർത്തകരും അവിടുത്തെ NDRFും അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇനിയും അത് തുടരും. വരും ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സേനകൾ, NDRF, ആർമി, MEG, കോസ്റ്റ് ഗാർഡ്, നേവി, എയർഫോഴ്സ് ഇവരെല്ലാം വളരെ അധികം നമ്മളുടെ കൂടെ പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലെ അഡീഷണൽ സെക്രട്ടറി ശ്രീ സഞ്ജീവ് ജിൻഡൽ ജി, കൂടാതെ NDMAയുടെ തലവനായ രാജേന്ദ്ര സിംഗ് ജി, ലഫ്റ്റനൻറ്റ് ജനറൽ അട്ട ഹസ്നൈൻ, അങ്ങനെ ശ്രീ കൃഷ്ണവത്സ NDMAയിലെ മെമ്പർ, പിന്നെ നമ്മളുടെ NDRFിൻ്റെ സംഘത്തിൻ്റെ തലവൻ, NDRFിൻ്റെ DG പീയൂഷ് ആനന്ദ്, ഇവരെല്ലാം തന്നെ ഓരോ ആവശ്യവും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതിന് അപ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ടുന്ന സഹായം ലഭ്യമാക്കുകയാണ് ചെയ്തത്. ഇതിനു പുറമെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ അവലോകന യോഗത്തിൽ NDMA നമ്മൾ ഷിരൂർ ദുരന്തത്തിൻ്റെ സമയത്ത് ഉപയോഗിച്ച IBOD സംവിധാനം ആവശ്യമുണ്ടോ എന്ന് ആരായുകയും നമ്മൾ വേണമെന്ന് പറയുകയും അതനുസരിച്ച് മേജർ ജനറൽ ഇന്ദ്രപാലൻ്റെ സഹായം ചോദിക്കാനായി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ റിക്വസിഷൻ ഇന്ന് പോകും. നാളേക്കായിരിക്കും ആ സംവിധാനങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റുക. അവിടെ ചില ഭാഗങ്ങളിലെങ്കിലും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ അടിഞ്ഞു പോയിട്ടുണ്ട്. മൊത്തത്തിൽ തന്നെ ഇരുന്നു പോയിട്ടുണ്ട്. മണ്ണും കല്ലും ഒക്കെ വന്ന് അതിൻ്റെ മുകളിലേക്ക് വീണിട്ട്. അപ്പോൾ അങ്ങനത്തെ കെട്ടിടങ്ങളുടെ ഉള്ളിലുമൊക്കെ ആരെങ്കിലും ഇനിയും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നത് പരിശോധിക്കാൻ അത് സഹായകരമായിരിക്കും. ഇന്ന് അത് ഉപയോഗിക്കാവുന്നൊരു സാഹചര്യമല്ല. ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു, നാളത്തേക്ക് അത് കേരളത്തിൽ എത്തിക്കാൻ പറ്റുമെന്നാണ്.